അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ് വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ദുറൂസുൽ അഖായിദ് എല്ലാ പാഠത്തിൻ്റെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 6 ദുറൂസുൽ അഖായിദ് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, ശരിയുത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ഓപ്ഷൻസ്: ഉറക്കം, വഹിയ്, രോഗം. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ, വഹിയ്. 2. 50 ഏടുകൾ നൽകപ്പെട്ട പ്രവാചകൻ. ഓപ്ഷൻസ്: ആദം അലൈഹിസ്സലാം, ഷീസ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും 10 ഏടുകളാണ് നൽകപ്പെട്ടത്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷൻ, ഷീസ് അലൈഹിസ്സലാം. 3. പരിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം. ഓപ്ഷൻസ്: സ്വഹിഹാക്കപ്പെട്ടോ, ദുർബലപ്പെട്ടോ, അംഗീകരിക്കപ്പെട്ടോ. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ, ദുർബലപ്പെട്ടോ. 4. ചെറിയ രോഗം പോലെയുള്ള കാര്യങ്ങൾ നബിമാർക്ക്. ഓപ്ഷൻസ്: ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവും, ഉണ്ടാകില്ല. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ, ഉണ്ടാവും. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് ഒരാളും. ഓപ്ഷൻസ്: കണ്ടിട്ടുണ്ട്, കാണാനിടവന്നില്ല, കണ്ടിട്ടില്ല. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ, കാണാനിടവന്നില്ല. അടുത്ത പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. 7. തറാ മാല അറ. 8. മാ കദബ മുഹമ്മദുൻ ഖത്ത്. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ടു. ഇപ്പുറത്ത് നോക്കുകയെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ബി അബൂജഹൽ. സി ഉമൈർ ബിൻ വഹബ്. ഡി സഫ്വാൻ ബിൻ ഉമയ്യ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. അപ്പോൾ നോക്കൂ. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. ശരിയുത്തരം ഡി സഫ്വാൻ ബിൻ ഉമയ്യ. 7. തറാ മാല അറ. ശരിയുത്തരം എ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. 8. മാ കദബ മുഹമ്മദുൻ ഖത്ത്. ശരിയുത്തരം ബി അബൂജഹൽ. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ടു. ശരിയുത്തരം സി ഉമൈർ ബിൻ വഹബ്. ഡി എ ബി സി. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 15. നബിമാർ നമ്മെപ്പോലെയല്ല, അവർ ഡാഷ് അറിയും. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഗൈബ്. നബിമാർ നമ്മെപ്പോലെയല്ല, അവർ ഗൈബ് അറിയും. 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങും, ഡാഷ് ഉറങ്ങാറില്ല. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഖൽബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറങ്ങും, ഖൽബ് ഉറങ്ങാറില്ല. 12. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ഡാഷിന്റെ ചുമതലയാണ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചുമതലയാണ്. 13. അല്ലാഹു തആല ഡാഷ് കിതാബുകൾ അവതരിപ്പിച്ചു. ആവരിൽ പൂരിപ്പിക്കേണ്ടത് 4. അല്ലാഹു തആല 4 കിതാബുകൾ അവതരിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 15. ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടു. ആര്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. 16. തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയത്. ഉത്തരം അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു. 17. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സ്വഹീഹാകാത്ത ഒരു കർമ്മം. ഉത്തരം അസാൻ. 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്ത് വിളിച്ചോ? ഉത്തരം അൽ അമീൻ. 19. മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവർ ആര്? ഉത്തരം പ്രവാചകന്മാർ. 20. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക്. ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 21. ആരാണ് നബിമാർ? ഉത്തരം അല്ലാഹു തആല അവന്റെ നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ
തന്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുത്തു. അവർ ബുദ്ധിശക്തിയുള്ളവരും വിശ്വസ്തരും സത്യസന്ധരുമായിരുന്നു. അവരാണ് നബിമാർ. 22. എന്താണ് വഹിയ്? ഉത്തരം: അല്ലാഹു തആലയുടെ സന്ദേശങ്ങൾ നബിമാരിലേക്ക് എത്തുന്നത് വഹി മുഖേനയാണ്. ഇങ്ങനെ എത്തുന്ന ദിവ്യബോധനങ്ങളാണ് വഹിയ്. ഇത് യഥാർത്ഥ അനുഭവമാണ്. 23. സെയ്ദ് ബിൻ സഅന റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര സഹിഷ്ണുവായിരിക്കും എന്ന അടയാളം അദ്ദേഹത്തിന് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അദ്ദേഹം പരുഷമായി പെരുമാറിയപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 24. നബിമാർ പ്രബോധനം ചെയ്തു എന്ത്? ഉത്തരം: നബിമാർ തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ കൃത്യമായി പ്രബോധനം ചെയ്തു. 25. പുരോഹിതനോട് ദേഷ്യപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം: ഉമർ, എനിക്കും ഇദ്ദേഹത്തിനും ഇതല്ല ആവശ്യം. അദ്ദേഹത്തിനോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. 26. ഇസ്ലാമിക നവജാഗരണത്തിന്റെ കാരണം എന്തായിരുന്നു? ഉത്തരം: ഇസ്ലാമിക നവജാഗരണത്തിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച ദിവ്യ ബോധനങ്ങളായിരുന്നു. 27. ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി വരുന്നത് ഏത് രൂപത്തിൽ? ഉത്തരം: ചിലപ്പോൾ മനുഷ്യരൂപത്തിലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാവുന്ന വിധത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടും. 28. നബിമാർക്ക് ഉണ്ടാകാവുന്ന മാനുഷിക അനുഭവങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം: വിശപ്പ്, ദാഹം, ന്യൂനതയില്ലാത്ത രോഗങ്ങൾ തുടങ്ങിയവ. 29. നബിമാർ ആരും ദ്രോഹികളാകില്ല. കാരണം? ഉത്തരം: എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ആത്മദ്രോഹങ്ങളാണ്. നബിമാർ ആരും ദ്രോഹികളല്ല. അക്രമം ചെയ്തവർക്ക് പ്രവാചകത്വം ലഭിക്കുകയില്ല. 30. പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു പേരുകൾ. ഉത്തരം: അൽ കിതാബ്, അൽ ഫുർഖാൻ, അൽ തൻസീൽ. അടുത്ത പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. 31. അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. അപ്പൊ നോക്കൂ, ഹിർക്കൽ രാജാവും അബൂ സുഫിയാനും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ അവസാനം ഹിർക്കൽ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇപ്രകാരം പറയാനിടയായി: നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ ഈ കാൽ നിൽക്കുന്ന സ്ഥലം പോലും അദ്ദേഹം അധീനത്തിലാക്കും. ഒരു റസൂൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് നിങ്ങളിൽ നിന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുമെങ്കിൽ ക്ലേശിച്ചും ഞാൻ എത്തുമായിരുന്നു. അദ്ദേഹത്തിന് അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. 32. മാഇദ സൂറത്ത് അവതരിച്ച രംഗം. അപ്പൊ നോക്കൂ, മാഇദ സൂറത്ത് അവതരിച്ചത് ഒരു യാത്രയിലായിരുന്നു. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ ഇതിന് സാക്ഷിയായിട്ടുണ്ട്. മഹദി സംഭവം ഇങ്ങനെ വിവരിക്കുന്നു: ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി അവതരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാരം കൊണ്ട് ഒട്ടകം പ്രയാസം അനുഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.